ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മികച്ച അക്കാദമിക തലം ഉണ്ടായാൽ മാത്രം എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് കരുതരുതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻ പിള്ള. മേഖല രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് 8-ാം തീയതി വെള്ളിയാഴ്ച തിരി തെളിയും. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനായി ചിത്ര പ്രദർശനവും വിൽപ്പനയുമായി വീട്ടമ്മമാർ. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കണമെന്ന് ശാസ്ത്രവേദി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. മികച്ച അക്കാദമിക തലം ഉണ്ടായാൽ മാത്രം എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് കരുതരുതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻ പിള്ള. SK പൊറ്റക്കാടിന്റെ 43-ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രില്യന്റ് ആയവർക്ക് മാത്രമേ IAS-ഉം IPS-ഉം ലഭിക്കൂ. എന്നാൽ അത്തരക്കാർ പോലും ഭരണാധികാരികൾക്ക് മേലെയല്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവരുടേതായ കണ്ടെത്തലുകൾ ഉണ്ടാകണം. കഴിവുള്ള മന്ത്രിമാർ ആരും ഉദ്യോഗസ്ഥരോട് പ്ലീസ് ഡു ഇറ്റ് എന്ന് പറയുന്നവരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. SKയുടെ ഒരു പ്രത്യേകത, SK കൈകാര്യം ചെയ്ത മേഖലകളിൽ പലതും മറ്റാർക്കും ഒന്ന് കൈവയ്ക്കാൻ സാധിക്കാത്തതായിരുന്നു. അതിൻ്റെ പ്രസക്തിയും ഇപ്പോഴൊരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പം എല്ലാം ഈസിയാണ്. നമ്മുടെ കൈവരിലൊന്ന് അമർത്തിയാൽ നമുക്ക് പലതിലൂടെയും കടന്നു പോകാം. ശാസ്ത്രം അധീശസ്ഥാനത്തേക്ക് എത്തുന്നു. അതിൻ്റെ വളർച്ചയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു. അതുമാത്രം മതിയോ? അതുമാത്രം കൊണ്ട് വളരാൻ സാധിക്കുമോ? വായന വളരുകയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ വായന വളരുമ്പോഴും SKയുടെ കാലഘട്ടത്തിലെ പോലെയുള്ള പഴയ കാലഘട്ടത്തിലെ കൂടി നമ്മുടെ സ്മൃതിപഥത്തിൽ കാത്തു സൂക്ഷിക്കാൻ മലയാളിക്കാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് സാഹിത്യ നഗരമായി, സാഹിത്യത്തിൻ്റെ ഇന്ത്യയിൽ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു നഗരം മാത്രമേ ഉള്ളൂ, കോഴിക്കോടാണ്. നമ്മുടെ ബാധ്യത വലുതാണ്. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷനായി. കോർപ്പറേഷൻ ക്ഷേമകാര്യ സമിതി ചെയർമാൻ P ദിവാകരൻ, സെക്രട്ടറി PMV പണിക്കർ, കൗൺസിലർ T റനീഷ്, സുമിത്ര ജയപ്രകാശ്, പൂനൂർ K കരുണാകരൻ, M രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേഖല രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് 8-ാം തീയതി വെള്ളിയാഴ്ച തിരി തെളിയും. സയ്യിദ് മിർസ മേള ഉദ്ഘാടനം ചെയ്യും. ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ആ ഒരു അഭിനയ രംഗത്ത് താല്പര്യമുള്ളവരും തുറന്നു പോകാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംവാദങ്ങളുണ്ട്. അവിടെ ചെറിയ ചെറിയ പ്രസംഗങ്ങളുണ്ടാവും. ഓരോ സിനിമയെ കുറിച്ചുള്ള വിമർശനാത്മകമായും അല്ലാതെയുമുള്ള ആസ്വാദനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാത്തിനും പങ്കെടുത്ത് സിനിമ കണ്ട് ഇറങ്ങിപ്പോവാതെ അതിനുശേഷമുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണ് എന്നുകൂടിയാണ് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ 2 വ്യക്തികൾ, ഒന്ന് നമ്മുടെ PV ഗംഗാധരൻ, അദ്ദേഹം ഇപ്പൊ നമ്മളോട് കൂടിയില്ല. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MTയും നമ്മളോട് കൂടിയില്ല. 2 പേരും ചേർന്ന് നിർമ്മിച്ച നമ്മുടെയൊക്കെ മനസ്സിലെ ചന്തുവിന്റെ ചിത്രം മാറ്റി എഴുതിയ ആ ചലച്ചിത്രം വടക്കൻ വീരഗാഥ, അത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ കോർണേഷനിൽ കുറച്ചുകൂടി വലിപ്പമുള്ള സ്ക്രീനിൽ അത് 10-ാം തീയതി പ്രദർശിപ്പിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഓഗസ്റ്റ് 8 മുതൽ 11 വരെ കോഴിക്കോട് കൈരളി, കോർണേഷൻ, ശ്രീ എന്നീ തിയേറ്ററുകളിലായി സംഘടിപ്പിക്കുന്ന മേഖല രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് 8-ാം തീയതി വെള്ളിയാഴ്ച തിരി തെളിയും. സംവിധായകനും KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സണുമായ സയ്യിദ് മിർസ ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് റസൂലോഫ് സംവിധാനം ചെയ്ത ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രം.
കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 58 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ നിന്നുള്ള 14 ചിത്രങ്ങൾ, ലോക സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള 14 ചിത്രങ്ങൾ, 11 മലയാള ചിത്രങ്ങൾ, 7 ഇന്ത്യൻ സിനിമകൾ, കലൈഡോസ്കോപ്പ് വിഭാഗത്തിൽ നിന്നുള്ള 2 ചിത്രങ്ങൾ, വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ നിന്നുള്ള 3 ചിത്രങ്ങൾ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് ആൻ ഹുയിയുടെ ഒരു ചിത്രം, സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ ഷബാന ആസ്മിക്ക് ആദരവായി പ്രദർശിപ്പിക്കുന്ന അങ്കുർ, മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ നിന്നുള്ള 5 സിനിമകൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനായി ചിത്ര പ്രദർശനവും വിൽപ്പനയുമായി വീട്ടമ്മമാർ. സ്നേഹവർണ്ണങ്ങൾ 2025 എന്ന പ്രദർശനം ഓഗസ്റ്റ് 8 മുതൽ 12 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുക. ഈ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഫണ്ട് റൈസിങ് കൂടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിന് ഉള്ളിൽ മാത്രമല്ല പുറമേ നിന്നും ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്, മറ്റേ കർണാടക, പിന്നെ നോർത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ജോയിൻ, പിന്നെ ദുബായിൽ നിന്ന് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു വലിയൊരു ഇതിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത്. കലയിലൂടെ കരുതൽ എന്ന ആശയവുമായി സമൂഹത്തിലെ വിവിധ കോണുകളിലെ ഒരു കൂട്ടം സ്ത്രീകൾ 2013 തുടക്കമിട്ട എളിയ സംരംഭം ഒരു പതിറ്റാണ്ട് തികയ്ക്കുന്ന സ്നേഹവർണ്ണങ്ങൾ ക്യാൻസർ വാർഡിലെ കുരുന്നുകൾക്കായി സ്കോളർഷിപ്പ് പദ്ധതിയുമായി വീണ്ടും പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു. കലാകാരികളായ 101 വീട്ടമ്മമാർ ഒരുക്കുന്ന പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കുരുന്നുകൾക്കായാണ് സ്നേഹസ്പർശം എന്ന സ്കോളർഷിപ്പ് പദ്ധതി ഒരുക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ 12 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. ഓഗസ്റ്റ് 8 രാവിലെ 10 മണിക്ക് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായിരിക്കും. ഓഗസ്റ്റ് 12 വൈകുന്നേരം 4 മണിക്ക് സ്നേഹസ്പർശം സ്കോളർഷിപ്പ് ഡോക്ടർ VT അജിത് കുമാർ വിതരണം ചെയ്യും. പിന്നെ ലാസ്റ്റ് ഡേ നമ്മൾ ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ അതേ വെന്യൂ ഒന്ന് ആ കുട്ടികളും പാരന്റ്സും വരും, ഫണ്ടും കൊടുക്കും അന്ന് തന്നെ. ലാസ്റ്റ് ഡേ 12th is the last day. വാർത്താ സമ്മേളനത്തിൽ ഗീത വാസുദേവ്, പ്രേംജ ബാബുരാജ്, പ്രണിത ദിവാകരൻ, രുക്മിണി S. നായർ, അനുപമ സുനിൽ, രശ്മി കിഷോർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
12ാമത്തെ സാഹിത്യോത്സവ് അവാർഡ് നോവലിസ്റ്റ് TD രാമകൃഷ്ണന്. കേരള സാഹിത്യോത്സവിന്റെ ഭാഗമായി SSF സംസ്ഥാന കമ്മിറ്റിയാണ് അവാർഡ് നൽകുന്നത്. സച്ചിദാനന്ദൻ മാഷ്, അതേപോലെ PN ഗോപികൃഷ്ണൻ, CN ജാഫർ സാദിഖ്, KP രാമനുണ്ണി തുടങ്ങിയ ആളുകളാണ് ഈ അവാർഡ് നിർണയ ജൂറി അംഗങ്ങളായിട്ടുള്ളത്. 12ാമത്തെ സാഹിത്യോത്സവ അവാർഡ് ഇത്തവണ നൽകുന്നത് കേരളത്തിലെ പ്രമുഖനായ നോവലിസ്റ്റും വിവർത്തകനുമൊക്കെയായ പ്രിയപ്പെട്ട TD രാമകൃഷ്ണൻ അവറുകൾക്കാണ്. 50,001 രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശിലാഫലകവുമാണ് അവാർഡ്. ലളിതമായ ഭാഷയിൽ ഗഹനമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുകയും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രതിപാദിക്കുന്ന കഥകൾ എഴുതുകയും ചെയ്ത എഴുത്തുകാരനാണ് TD രാമകൃഷ്ണൻ എന്ന് അവാർഡ് സമിതി വിലയിരുത്തി. സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകാരെയും അവരുടെ മികച്ച സംഭാവനകളെയും ആദരിക്കുന്നതിന് വേണ്ടി 2012 മുതലാണ് SSF സംസ്ഥാന കമ്മിറ്റി സാഹിത്യോത്സവ് അവാർഡ് നൽകി വരുന്നത്. പാലക്കാട് വെച്ച് നടക്കുന്ന കേരള സാഹിത്യോത്സവ് വേദിയിൽ ആഗസ്റ്റ് 8 വെള്ളിയാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അവാർഡ് ദാനം നടക്കും. വാർത്താസമ്മേളനത്തിൽ CA റാസിം, ഷാഫി സക്കാഫി, മുഹമ്മദ് അനസ് KP, TKM റമീസ്, മുഹമ്മദ് ഷാഹിർ N എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കണമെന്ന് ശാസ്ത്രവേദി. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം പ്രൊഫസർ വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം പ്രൊഫസർ വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കണമെന്നാണ് ലോക ജനത ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ലോക ജനത ഒന്നും പഠിച്ചില്ല എന്നതുകൊണ്ടാണ് ലോകത്ത് ഇപ്പോഴും യുദ്ധം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ മനസ്സ് മാറുമ്പോൾ ഇതുപോലുള്ള വയലൻസ് ആയിട്ടുള്ള ചിന്താഗതികൾക്ക് മാറ്റം വരും. അത് മാറ്റം മൈൻഡ് സെറ്റ്, ശാന്തത, സൈലൻസ്. അതാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന എന്തൊരു ജോലി ഹൃദയ വിചാരത്തോടുകൂടി ശാന്തതയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറയാം. സൈലൻസ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ. എവരിബഡി ഈസ് മൂവിങ് ഫാസ്റ്റ്. ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് ഇന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നിൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പഴവശം പിടിച്ചു കൊടുക്കുക. അപ്പോൾ ലോകം ഇതുപോലാണ്. ലോക നേതാക്കൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക്, നമ്മുടെ മതാധ്യക്ഷന്മാർക്ക്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനൊക്കെ. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ K അനൂപ്, MP രാമകൃഷ്ണൻ, ധനേഷ് ബുദ്ധൻ, മോഹനൻ പുതിയോട്ടിൽ, ഡോക്ടർ അഖിൽ കൃഷ്ണ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, KV രാധാകൃഷ്ണൻ, മുരളീനാഥ്, വിജയൻ ചേളന്നൂർ, K മാധവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക പ്രവർത്തകൻ PP ഹസൻകുട്ടിയുടെ നിര്യാണത്തിൽ കുറ്റ്യാടി സൗഹൃദവേദി അനുശോചിച്ചു. ഹസൻകുട്ടിയുടെ നിര്യാണം കുറ്റ്യാടിയുടെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് യോഗം വിലയിരുത്തി. നാടക പ്രവർത്തകനും കലാകാരനുമായിരുന്ന PP ഹസൻകുട്ടിയുടെ നിര്യാണത്തിൽ കുറ്റ്യാടി പൗരാവലി അനുശോചിച്ചു. കുറ്റ്യാടിയുടെ സാംസ്കാരിക തുടിപ്പുകൾ നെഞ്ചിലേറ്റിയ പ്രതിഭയായിരുന്നു PP ഹസൻകുട്ടിയെന്ന് അനുശോചനത്തിൽ പങ്കെടുത്തവർ ഓർത്തെടുത്തു. അരനൂറ്റാണ്ടുകാലത്തെ നാടകാഭിനയത്തിലൂടെ കുറ്റ്യാടിയുടെ സാംസ്കാരിക നവോത്ഥാന വഴിയിൽ വലിയ സംഭാവനയാണ് PP ഹസൻകുട്ടി അർപ്പിച്ചതെന്ന് എഴുത്തുകാരൻ മൊയ്തു കണ്ണങ്കോടൻ പറഞ്ഞു. PP ഹസൻകുട്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഓരോ സീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വിശേഷങ്ങളൊക്കെ വരും. ഗ്രൗണ്ട് നന്നായി കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ കഴിയും. അതിന് ആവശ്യമായ വേണ്ട പോലെ ഉയരാൻ കഴിയാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേ നമുക്ക് നഷ്ടപ്പെട്ടത്. കുറ്റ്യാടി സൗഹൃദവേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ KC കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ചു. ഖാലിദ് മൂസ നദ്ദി, ബാലൻ പാറയ്ക്കൽ, CV മൊയ്തു, P അബ്ദുൽ ഹമീദ്, ജലീൽ കുറ്റ്യാടി, K പ്രദീപൻ, നവാസ് പാലേരി, AK അബ്ദുൽ സലാം, CV കുട്ട്യാലി, അരീക്കര അബ്ദുൽ അസീസ്, TM അഹമ്മദ്, ഉബൈദ് വാഴയിൽ, KM മുനീറ, KP അഷ്റഫ് എന്നിവർ സംസാരിച്ചു.
സൂപ്പി കുറ്റ്യാടി സ്വാഗതവും സെഡി സൽമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സനിൽ ദേവിന്റെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. പെൻസിലും പേനയും ഉപയോഗിച്ച് വരച്ച 100ഓളം ചിത്രങ്ങളാണ് കോഴിക്കോട് ഗുരുകുലം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചത്. 1970 മുതൽ പെൻസിലും പേനയും വരച്ച 100ഓളം ചിത്രങ്ങളാണ് കോഴിക്കോട് മാനാഞ്ചിറ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ നൊസ്റ്റാൾജിയ എന്ന പേരിൽ ആർട്ടിസ്റ്റ് സനൽദീപിന്റെ പ്രദർശനത്തിനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും എഴുത്തുകാരും സംഗീതജ്ഞരും ഉൾപ്പെടെ സനൽദീപിന്റെ ക്യാൻവാസിൽ ജീവസുറ്റു നിൽക്കുന്നു. പ്രേം നസീർ, മധു, ജയൻ, ഷീല, മമ്മൂട്ടി, മോഹൻലാൽ, യേശുദാസ്, SK പൊറ്റക്കാട്, AKG എന്ന് വേണ്ട അടുത്തകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ VS അച്യുതാനന്ദൻ വരെ ക്യാൻവാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6ാം വയസ്സ് മുതലാണ് സനൽദീപ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഗൃഹാതിർത്തം എന്നാണ്. നൊസ്റ്റാൾജിയ, പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രദർശനമാണ്. അപ്പം എൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് ഒരു പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പഴയ ആൾക്കാരെ ഓർമ്മിക്കുകയും അതിൽ ചില മുഖങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പം അതിൽ വിട്ടുപോയ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തനായ ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയാണ് കോഴിക്കോട് കണ്ണഞ്ചേരി സ്വദേശിയായ സനൽദീപ്. 1993 ശബരിമല തീർത്ഥാടകർ കൽപ്പറ്റയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കാൻ സനലിന്റെ ഹാം റേഡിയോ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് എന്നിവയെല്ലാം ഉണ്ടായപ്പോഴും സനൽദീപിന്റെ സഹായമുണ്ടായിരുന്നു. കേരള ഗ്രാമീണ ബാങ്ക് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത സനൽദീപിന് ഈ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 21 മുതൽ 23 വരെ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ദേശീയ സമ്മേളനം 21 നടക്കും. ട്രാൻസ്ജെൻഡർ ക്വയർ സംബന്ധിയായ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും ട്രാൻസ്ജെൻഡർ വിഷയം പ്രമേയമാക്കിയ ചലച്ചിത്രോത്സവം മേളയുടെ ആദ്യ ദിനത്തിൽ നടക്കും.
22, 23 തീയതികളിൽ വിവിധ കലാവതരണങ്ങൾ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. എല്ലാ വിഭാഗം മദ്രസകളിലെയും അധ്യാപകരെ ഉൾപ്പെടുത്തി കണ്ണൂർ ആസ്ഥാനമായി പുതിയ സംഘടന രൂപീകരിച്ചു. കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ എന്ന സംഘടനയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ഇതുവരെ 2000-ഓളം മദ്രസ അധ്യാപകർ അംഗങ്ങളായതായി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായി 28,000-ഓളം പേരുണ്ടെന്നും ഇവരെല്ലാം ഈ സംഘടനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൽ കാസിമി അരീക്കോടും കോർഡിനേറ്റർ അഫ്സൽ മൗലവി കണ്ണൂരും അറിയിച്ചു. പ്രഥമ HD വലുത്കർ ഒറേഷൻ അവാർഡ് പ്രമുഖ തൊറാസിക് സർജനും കോഴിക്കോട് സ്വദേശിയുമായ ഡോക്ടർ നാസർ യൂസഫിന് ലഭിച്ചു. 30 വർഷമായി ഇന്ത്യയിലെ തൊറാസിക് സർജറി രംഗത്ത് ഇദ്ദേഹം നടത്തിയ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത്. യുണൈറ്റഡ് അക്കാദമി ഓഫ് ബ്രോങ്കോ പൾമണറി മെഡിസിൻ ഇന്ത്യ ഗാസിയാബാദിൽ സംഘടിപ്പിച്ച ബ്രോങ്കോ പൾമണറി വേൾഡ് കോൺഗ്രസിൽ വെച്ച് അവാർഡ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BN ഗംഗാധരനും നീതി ആയോഗ് മെമ്പർ ഡോക്ടർ VK പോളും ചേർന്ന് സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച അക്കാദമിക തലമുണ്ടായാൽ മാത്രം എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് കരുതരുതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻ പിള്ള. മേഖല രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് 8-ാം തീയതി വെള്ളിയാഴ്ച തിരി തെളിയും. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനായി ചിത്ര പ്രദർശനവും വിൽപ്പനയുമായി വീട്ടമ്മമാർ. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കണമെന്ന് ശാസ്ത്രവേദി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.